നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കുറച്ച് കടുപ്പമുള്ള ഒരു വിഷയമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പം പുറത്തൊക്കെ പോകുമ്പോഴാണെങ്കിലും ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിലൊക്കെ നമ്മൾ അസ്ട്രോളജിയുടെ ഒരു ഭാഗം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോക്കും. നമ്മൾ നാട്ടിൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നക്ഷത്രങ്ങളെ ബേസ് ചെയ്തിട്ട്, അതിൻ്റെ കൂറ് ബേസ് ചെയ്തിട്ടായിരിക്കും അശ്വതി, ഭരണി, കാർത്തിക, ഒന്നാം പാദം ചേരുന്ന മേടം രാശിക്കാരുടെ ഫലം എന്നൊക്കെ പറഞ്ഞായിരിക്കും കാണുന്നത്. നക്ഷത്ര ബേസ് ചെയ്തിട്ടായിരിക്കും. പക്ഷേ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറുകൾ, വെസ്റ്റേൺ ന്യൂസ് പേപ്പറുകൾ, വെസ്റ്റേൺ ബുക്സ്, മാഗസിൻസ് പോലുള്ളതിനകത്തൊക്കെ ഇപ്പം മാർച്ച് 21 മുതൽ ഏപ്രിൽ 21 വരെ ആയിരിക്കും ഏരീസ് ജനിക്കുന്നവർ. ഏപ്രിൽ 21 മുതൽ മെയ് 21 വരെ ടോറസ്, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഈ ഏപ്രിൽ 25 ജനിച്ച ഒരാൾ നമ്മുടെ അടുത്ത് നോക്കാൻ വരുമ്പോൾ, ഇപ്പോൾ എൻ്റെ അടുത്ത് അസ്ട്രോളജി നോക്കാൻ വരുമ്പോൾ ഞാൻ ചാർട്ട് എടുക്കുമ്പോഴത്തേക്ക് ഏപ്രിൽ 25 എനിക്ക് അവർ പറയും, ബേസിക്കലി ജിനേഷ് ജി ഞാൻ ടോറസ് സൈനാണ്, ആക്ച്വലി അതാണോ എന്ന് നോക്കുമ്പം നമ്മുടെ ചാർട്ടിൽ നമ്മളിടുന്ന സമയത്ത് അപ്പോഴും രവി ഏരീസിലേ നിൽക്കത്തുള്ളൂ. കാരണം ഇത് സൺ സൈനിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ സൺ സൈനിനെ ബേസ് ചെയ്തിട്ട് വരുമ്പം നമ്മൾ പറയാതില്ല, നിങ്ങളുടെ രവി നിൽക്കുന്നത് മേടൻ രാശിയിൽ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏരീസാണ്. പക്ഷേ ഡേറ്റ് നോക്കുമ്പം ഏപ്രിൽ 21 മുതൽ മെയ് 21 വരെ, അല്ലെങ്കിൽ ഏപ്രിൽ 22 മുതൽ മെയ് 22 വരെ എന്നൊക്കെ പറയുമ്പം അത് ടോറസ് അല്ലേ വരുന്നേ എന്നുള്ളൊരു ചിന്ത വരും. അപ്പം ഈ ചിന്ത, ഇതെങ്ങനെയാണ് ഇത് മാറ്റം വരുന്നത്, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് വെസ്റ്റേൺ അസ്ട്രോളജിയും ഇന്ത്യൻ അസ്ട്രോളജിയും തമ്മിലുള്ള ബേസ് എന്താണെന്ന് മനസ്സിലാക്കണം. ഇത് രണ്ടും നല്ല വ്യത്യാസമുണ്ട്. ഇവർ രണ്ടുപേരും എടുക്കുന്ന 2 പോയിന്റുകൾ തമ്മിലുള്ള അകലത്തെ ആസ്പദമാക്കിയിട്ടുള്ളൊരു ക്ലാസ്സാണ് ഇന്ന് എടുക്കുന്നത്. ഇന്നത്തെ ക്ലാസ് അയനാംശത്തെ ബേസ് ചെയ്തിട്ടാണ്. വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ക്ലാസ്സാണിത്. അസ്ട്രോളജി, ചുമ്മാ അസ്ട്രോളജി ജസ്റ്റ് ഒന്ന് കണ്ടൊരു രസത്തിന് കണ്ടുപോകുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് അധികം ഉപകാരപ്പെടില്ല. പക്ഷേ സീരിയസ് ആയിട്ട് അസ്ട്രോളജിയെ കാണുന്നവർ, സീരിയസ് ആയിട്ട് അസ്ട്രോളജിയെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ വൈറ്റലായിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് ഈ ക്ലാസ്സിലുള്ളത്. അത്രയും ആവശ്യമുള്ളതുകൊണ്ട് പലരും നമ്മുടെ വീഡിയോസിൻ്റെ താഴെ തന്നെ കമൻറ്റുകളായിട്ട് വരുന്ന കണ്ടിട്ടുണ്ട്, ഏത് അയനാംശമാണ് ആക്യുറസി തരുന്നത്. ചിലർ ഫാഗൻ ബ്രാഡ്ലി 2 പേര് അവരുടെ ആണോ എന്ന് ചോദിക്കും. ചിലർ ചോദിക്കും ലാഹരി, NC ലാഹരിയുടെ അയനാംശമാണോ എന്ന് ചോദിക്കും. ചിലർ ചോദിക്കും BB രാമൻ്റെ അയനാംശമാണോ നല്ലതെന്ന് ചോദിക്കും. മറ്റു ചിലർ ചന്ദ്രഹരി അയനാംശമാണോ നല്ലതെന്ന് ചോദിക്കും. അങ്ങനെ അയനാംശങ്ങൾ തമ്മിലുള്ള ഈ ഒരു വ്യത്യാസം, ഏതാണ് ആക്യുറേറ്റ് എന്നുള്ളത്, അത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഏതാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അയനാംശം എന്നുള്ളത് നമുക്കിതിൻ്റെ ഏറ്റവും അവസാനം നോക്കാം. അപ്പോൾ ആദ്യം അയനാംശം എന്താണെന്ന് നോക്കാം. പതിവ് പോലെ അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അയനാംശം, അതിൽ അയനം എന്നാൽ ചലനം അല്ലെങ്കിൽ യാത്ര എന്നാണ് അർത്ഥം. ആ അയനത്തിൻ്റെ അംശത്തെ വിളിക്കുന്ന പേരാണ് അയനാംശം. അപ്പോൾ എന്തിൻ്റെ യാത്രയാണ് എന്നുള്ളത് നോക്കാം. ഭാരതീയ ജ്യോതിഷവും പാശ്ചാത്യ ജ്യോതിഷവും എടുക്കുന്ന 2 സോഡിയാക് സ്പേസുകളുണ്ട്. നമ്മളിവിടെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഉള്ള 2 രീതിയിലുള്ള സോഡിയാക് സ്പേസ് ഉണ്ട്. അതിൽ ഒന്നാമത്തത് ട്രോപ്പിക്കൽ സോഡിയാക് അഥവാ സായന രാശിചക്രമെന്നും, രണ്ടാമത്തത് നിരയന അല്ലെങ്കിൽ നിരയനം സോഡിയാക്ക്, അതായത് സൈഡീരിയൽ സോഡിയാക്ക് എന്നും പറയും. സായനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റേൺ അസ്ട്രോളജി ബേസ് ചെയ്യുന്ന സായനത്തെയും, സൈഡീരിയൽ അസ്ട്രോളജി അതായത് ഭാരതീയമായിട്ട് നോക്കുന്നത് സൈഡീരിയൽ ആയിട്ടുള്ള രാശിചക്രത്തെയുമാണ്. ഇനി അതെന്താണെന്ന് പഠിക്കാം. അയനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയനത്തോടു കൂടിയത്, ചലിച്ചു കൊണ്ടിരിക്കുന്നത്. അയനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലിക്കാതിരിക്കുന്നത്, ഒരിടത്ത് ഫിക്സഡ് ആയിട്ടുള്ളത്. ആകാശഗോളത്തിൻ്റെ മധ്യരേഖയും, അതായത് സെലിസ്റ്റിയൽ ഇക്വേറ്ററും, അതുപോലെ തന്നെ രവിമാർഗം എന്ന് പറയുന്നത്, അതായത് സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്ന രവിമാർഗം, അതായത് എക്ലിപ്റ്റിക്, തമ്മിൽ 23 ഡിഗ്രി 27 മിനിറ്റ് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ
ഇവ രണ്ടും രണ്ട് വിപരീത ബിന്ദുക്കളിൽ മാത്രമേ സന്ധിക്കുകയുള്ളൂ. ഈ ബിന്ദുക്കളെ, ഈ പോയിന്റിനെ ഇക്വിനോക്സ് അഥവാ വിഷുവം എന്ന് വിളിക്കുന്നു. നമ്മുടെ വിഷുവിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഈ വിഷു എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പകലും രാത്രിയും ഒരേപോലെ ആവും, ഒരേ അളവിൽ വരും. മനസ്സിലാവുന്നുണ്ടോ? അതിനെയാണ് വിഷുവം എന്ന് പറയുന്നത്, അല്ലെ വിഷു എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള വിഷുക്കളുണ്ട്. അതെങ്ങനെ വരും എന്ന് നോക്കാം. ഉത്തരാർദ്ധഗോളമെന്നും ദക്ഷിണാർദ്ധഗോളമെന്നും രണ്ട് ഭാഗങ്ങളുണ്ടെന്നുള്ളത് അറിയാം. ഇത് വളരെ നമ്മൾ സ്കൂളിൽ ചെറുപ്പകാലത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഞാൻ സൂര്യൻ കറങ്ങുമ്പോൾ അല്ല സൂര്യൻ മൂവ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പം ആക്ച്വലി ജ്യോതിഷത്തിൽ സൂര്യൻ കറങ്ങുന്നതായിട്ട് ഫീൽ ചെയ്യുന്ന ഭൂമിയുടെ കറക്കമാണെന്നുള്ളത് ഇനി എനിക്ക് പറഞ്ഞുതരാൻ പറ്റത്തില്ല. അതൊക്കെ ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്നും ഉത്തരാർദ്ധഗോളത്തിലേക്ക് കടക്കുമ്പോൾ രവിമാർഗത്തെ സ്പർശിക്കുന്ന ബിന്ദുവിനെ വസന്ത വിഷു എന്നും വേനൽ ഇക്വിനോക്സ് എന്നതിനെ പറയുന്നത്. അതുപോലെ അതിൻ്റെ നേർ വിപരീതമായിട്ട് വരുന്ന ശരത് വിഷു അല്ലെങ്കിൽ ഓട്ടോംനൽ ഇക്വിനോക്സ് എന്നും പറയുന്നു. ഈ ഇക്വിനോക്സ് അഥവാ വിഷുവം അല്ലെ വിഷു എന്ന് പറയുന്നത് ട്രോപ്പിക്കലുകാർക്ക്, സായന രാശി ഫോളോ ചെയ്യുന്നവർക്ക് മാർച്ച് 21 വരുന്നത്. എന്നാൽ സൈഡീരിയൽ രാശിചക്രം ഫോളോ ചെയ്യുന്നവർക്ക്, ഭാരതീയ ജ്യോതിഷം ഫോളോ ചെയ്യുന്നവർക്ക് അത് ഏപ്രിൽ 14 വരും. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ അതെന്താണ് അങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നു. രാശിചക്രം രണ്ട് തരത്തിലുള്ള സോഡിയാക്ക് ഉണ്ട്. ഒന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്ന സോഡിയാക്കും ഒന്ന് ചലിക്കാത്ത സോഡിയാക്കും. രണ്ട് തരത്തിലുള്ള കൺസെപ്റ്റ് ഉണ്ട്. ഒന്ന് സൂര്യനും അതുമായിട്ട് ബന്ധപ്പെട്ടും നവഗ്രഹങ്ങളെയും വെച്ച് ചലിച്ചുകൊണ്ടിരിക്കുന്ന സോഡിയാക്കാണ് വെസ്റ്റേൺ അസ്ട്രോളജേഴ്സ് എടുക്കുന്നത്. എന്നാൽ നക്ഷത്രങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ഒരു സോഡിയാക്കാണ് ഇന്ത്യൻ അസ്ട്രോളജേഴ്സ് പാരമ്പര്യമായിട്ട് എടുത്തിരുന്നത്. ആ സമയത്ത് ഭൂമിക്കുണ്ടാവുന്ന ഈ ച്യുതിയെ ഒന്നും അവർക്ക് മനസ്സിലായിരുന്നില്ലയോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ഈ ചലനാത്മകമായിട്ടുള്ള സായനം ചക്രം എടുക്കാഞ്ഞത് എന്നൊക്കെയുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത്. ഏപ്രിൽ 14 വരേണ്ട വിഷു വെസ്റ്റേൺ ചാർട്ടിൽ എന്തുകൊണ്ട് മാർച്ച് 21 വരുന്നു എന്നുള്ളത് നോക്കാം. ഭൂമിക്കൊരു ച്യുതിയുണ്ട്. ച്യുതിയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമി സ്വന്തം ഒരു ആക്സിസും ചരിഞ്ഞാണല്ലോ ഇരിക്കുന്നത്. ഗ്ലോബൊക്കെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയൊന്നും വളഞ്ഞിരിക്കുന്നത്. വളഞ്ഞിരിക്കുന്നതിനോടൊപ്പം തന്നെ ഇവൻ ഭൂമി സൂര്യന് ചുറ്റും ഒരു റൗണ്ട് കറങ്ങി വരുമ്പം, ഒരു വർഷം കറങ്ങി വരുമ്പോഴത്തേക്കും ഏകദേശം 50 സെക്കൻഡിൻ്റെ മുകളിൽ, അതിൻ്റെ കണക്ക് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം, പലർക്കും പല അഭിപ്രായമാണ്. എന്നാൽ പോലും 50 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ അതൊന്ന് പുറമോട്ട് ഡിലേ ആവും. രാശിചക്രത്തിൽ പുറമോട്ട് ഡിലേ ആവും. അങ്ങനെ 72 വർഷം കൂടുമ്പോഴത്തേക്ക് ഒരു ദിവസം ഇത് പുറമോട്ട് വരും. അങ്ങനെ നോക്കുമ്പം 10,26,000 വർഷം കൊണ്ട് രാശിചക്രം പുറമോട്ട് പോയിട്ട് തിരിച്ച് 0 എന്ന് പറയുന്ന ഏരീസ് പോയിന്റിലേക്ക് വരും. അതായത് 0 എന്ന് പറഞ്ഞ മേടത്തിൻ്റെ ആ പോയിന്റിലേക്ക് വരും. ഈ കറങ്ങുന്ന ച്യുതിയെ ഭാരതീയ ജ്യോതിഷർ എടുത്തിരുന്നില്ല, കണക്കാക്കിയിരുന്നില്ല. ഇവർക്ക് അറിയാഞ്ഞിട്ടാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. വരാഹമിഹിരൻ, പ്രത്യേകിച്ച് കേരളത്തിലെ ജ്യോതിഷന്മാരുടെ മെയിൻ ഗുരു, പ്രധാന ഗുരുവായിട്ട് പറയുന്നത് മൂർത്തിത്വ പരികൽപ്പിത എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് വരാഹമിഹിരാചാര്യൻ്റെ ബൃഹൽ സംഹിത എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിന് ഈ ച്യുതിയെപ്പറ്റി നല്ല ധാരണ ഉണ്ടായിരുന്നു. വരാഹമിഹിരന് മാത്രമല്ല, ത്രിസ്കന്ധാത്മകമാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. 3 സ്കന്ധങ്ങളാണ്. ഒന്നാമത്തേത് ഗോളം, രണ്ടാമത്തേത് ഹൊര, മൂന്നാമത്തെ സംഹിത. അങ്ങനെ ഈ 3 സ്കന്ധങ്ങളിൽ ഗോളത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആര്യഭട്ടനാണെങ്കിലും അല്ലെങ്കിൽ വരാഹമിഹിരനാണെങ്കിലും അതിന് സിദ്ധാന്തങ്ങൾ, അതായത് ഗണിതക്രിയകളെക്കുറിച്ച് വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുള്ള വരാഹമിഹിരന് ബൃഹൽ സംഹിതയിലും ഈ ച്യുതിയെപ്പറ്റി, പുറമോട്ട് പോകുന്ന ഈ ഒരു കറക്ക് ഓരോ വർഷവും ഏകദേശം 50 സെക്കൻഡിന് മുകളിലേക്ക് ഇത് പുറമോട്ട് പോകുന്നുണ്ട് എന്നതിനെക്കുറിച്ച് സൂര്യസിദ്ധാന്തം വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അപ്പം വരാഹമിഹിരന് മാത്രമേ അറിയാമായിരുന്നുള്ളൂ? അല്ല, വരാഹമിഹിരന് മുന്നേ ഉള്ള പരാശരനും ഗർഗനും എല്ലാം ഇതേ അഭിപ്രായക്കാരായിരുന്നു. ഈ ച്യുതി അറിയായിരുന്നു. പക്ഷെ അവരെടുത്തിരുന്നത് നക്ഷത്ര ജ്യോതിഷത്തെ ആയിരുന്നു. അതായത് രാശിചക്രസ്യ ഭാഗ സമാസപ്തദ്വി സംഖ്യക അശ്വതി ഭരണി ഇത്യാദിനാംന ഖ്യാതമഹീതലേ തർക്കമിതം, ഒട്ടും തർക്കമില്ലാതെ ഭാഗസ്തു ജ്ഞേയ മേഷാദിനാമക എന്ന് വെച്ച് കഴിഞ്ഞാൽ രാശിചക്രത്തിന് 27 തുല്യ ഭാഗങ്ങളാണെന്നും
അത് അശ്വതി, ഭരണി തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിലൂടെയാണ് അത് ആരംഭിക്കുന്നത് എന്നും മേടം ഇടവം എന്ന് തുടങ്ങി 12 രാശികളും ഇതിൽ പെടുന്നു എന്നുമാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇതിനെ, ഈ സ്ഥിരചക്രത്തെ ആണ് ഇവരെടുത്തിരുന്നത്. അപ്പം ആ ച്യുതിയുള്ളതിനെ ഇവരെടുത്തിരുന്നില്ല. ച്യുതിയുള്ളതിനെ എടുത്താൽ നക്ഷത്രങ്ങൾ സെറ്റ് ആവുകയില്ല. ഉദാഹരണത്തിന് മേടം 10 എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രത്തിൽ വരണതാണ്. പക്ഷെ വെസ്റ്റേൺകാരുടെ കൺസെപ്റ്റ് വെച്ച് അവരുടെ ചാർട്ടിന്റെ സ്റ്റൈല് വെച്ച് നോക്കുമ്പോൾ അത് വരുന്നത് രേവതി നക്ഷത്രത്തിൽ. അപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നക്ഷത്ര പ്രാധാന്യമില്ലാത്ത അവരുടെ ചാർട്ടിന്റെ രീതിക്കനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ സ്ഫുടം വെച്ചിട്ടുള്ള പരിപാടിയായിട്ടുള്ള തിഥി, കരണം, നിത്യയോഗം, പഞ്ചാംഗത്തിലെ നക്ഷത്രം, അതുപോലെ തന്നെ വളരെ ആഴുന്ന തലത്തിലുള്ള ഗണിതമായിട്ടുള്ള ഷോഡശ വർഗങ്ങൾ, അഷ്ടവർഗ സ്ഥിതി, ത്രിസ്ഫുടം, പഞ്ചസ്ഫുടം തുടങ്ങിയിട്ട് ഭാരതീയ ജ്യോതിഷന്മാർ വളരെ കാമ്പോടെ കൂടി കാണുന്ന അനവധി വിഷയങ്ങൾ മുങ്ങിത്തപ്പേണ്ടി വരും. കാണാൻ പറ്റത്തില്ല നമുക്ക്. ഇതെങ്ങനെയാണ് അശ്വതിയിൽ വരേണ്ടത്? അവരെ സംബന്ധിച്ചിടത്തോളം രേവതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് എങ്ങനെ ചേരാതെ വരും എന്നുള്ളതാണ്. ഈ വെസ്റ്റേൺ സമ്പ്രദായത്തിന്റെ ഈ ട്രോപ്പിക്കൽ സോഡിയാക്കിൽ അവരതിൻ്റെ ചാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അസ്ട്രോളജിയുടെ ചാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് പ്രധാനമായിട്ടും സൺസെൻട്രിക് ആയിട്ട് വന്നിട്ട് അല്ലെങ്കിൽ എടുത്തിട്ട് അവർക്ക് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. ഒന്ന് രാശി, ഈ 12 രാശികൾ അവർക്കുണ്ട്. അതുപോലെ തന്നെ ഗ്രഹങ്ങളും ഉണ്ട്. അതിൽ രാഹുകേതുക്കൾ ചിലരില്ല, പക്ഷെ അവർ യുറാനസും നെപ്റ്റ്യൂണും പ്ലൂട്ടോയും ഒക്കെ എടുക്കുന്നുണ്ട്. അതൊന്ന്. മൂന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ ചലനമാണ്. ഈ ബാക്കിലേക്ക്, ഈ ഭാവവും ഉണ്ട് അവർക്ക്, പക്ഷെ അവരുടെ ഈ ചലനം, ഈ ബാക്കിലേക്ക് പോകുന്ന ഈ ഒരു ട്രോപ്പിക്കൽ സോഡിയാക്കാണ് അവർക്ക് മെയിൻ. പക്ഷെ വാസ്തവത്തിൽ ഭാരതത്തിൽ സൂര്യൻ സെൻട്രിക്കാണ് എന്ന് പറയുമ്പം, സൂര്യൻ ആദിത്യനാണ് ഇതിൻ്റെ നടുക്ക് എന്ന് പറയുമ്പം, നമ്മളിപ്പം കൗടിയൊക്കെ എടുത്ത് മൂർത്തിത്യോ പരികൽപ്പിതോ ശശവൃതോ വർത്തമാന പുനർജന്മൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരാഹമിഹിരൻ്റെ ഉപാസ്യദേവതയായിട്ടുള്ള ആദിത്യനെ കാണുമ്പം വാസ്തവത്തിൽ ഇവരുദ്ദേശിക്കുന്ന ആദിത്യൻ അല്ലെങ്കിൽ സവിതാവ് എന്ന് പറയുന്നത് ഈ ആദിത്യൻ തന്നെ ആണോ എന്നൊന്ന് നോക്കാം നമുക്ക്. കുറച്ചുകൂടെ ഗാഢമായിട്ട് ഭാരതീയ ഋഷിമാർ കണ്ട ഒരു രീതിയിലേക്ക് നമുക്ക് കുറച്ചുകൂടെ ഗാഢമായിട്ട് പോവാം. അനേക കോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉള്ള ഈ ഗാലക്സി നമ്മൾ നേരെ മുകളിലോട്ട് നോക്കുമ്പോൾ കാണുന്ന ഒബ്സർവബിൾ യൂണിവേഴ്സ്, അത് നമുക്ക് കാണാൻ കഴിയുന്ന യൂണിവേഴ്സിൽ 27 നക്ഷത്ര സമൂഹങ്ങളും 12 രാശിയും നമ്മുടെ നവഗ്രഹങ്ങളെയുമാണ് എടുക്കുന്നത്. അതിൽ ഈ പ്ലൂട്ടോയും യുറാനസും ഒന്നുമില്ല. അത്യാവശ്യം നമുക്ക് വേണ്ട പഞ്ചതാരാഗ്രഹങ്ങളും സൂര്യനും ചന്ദ്രനും അതുപോലെ തന്നെ രാഹുകേതുക്കളും, ആ ബിന്ദുക്കളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഇതിൻ്റെ സബ് പ്ലാനറ്റുകളെക്കുറിച്ചും ഉപഗ്രഹങ്ങളെക്കുറിച്ചും. ഈ 360 ഡിഗ്രിയുള്ള ഈ വലിയ രാശിചക്രത്തിൻ്റെ, ചലിക്കാത്ത ഈ നിര്യാന രാശിചക്രത്തിൻ്റെ സെൻറ്റർ പോയിന്റ് എന്ന് പറയുന്നത്, ഒബ്സർവബിൾ യൂണിവേഴ്സിൻ്റെ ഈ ഗാലക്റ്റിക് സെൻറ്റർ പോയിന്റ് എന്ന് പറയുന്നത് ധനുരാശിയിൽ വരുന്ന മൂലം നക്ഷത്രമാണ്. ആ ഭാഗത്തെ ഋഷിമാര് ഈ ലോകത്തിൻ്റെ മൂലസ്വരൂപമായിരിക്കുന്ന സവിതാവായിരിക്കുന്ന വിഷ്ണുവിൻ്റെ നാഭീഭാഗമായിട്ടുള്ള ബ്രഹ്മസ്ഥാനമായിട്ട് കരുതുന്നു, അല്ലെങ്കിൽ മണിപൂരക ചക്രമായിട്ട് കരുതുന്നു. ആ രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് വ്യാഴവുമാണ്, ഗുരുവാണ്. അവിടെ നിന്നും പ്രപഞ്ചശക്തിയായിട്ട് ആവാഹിച്ച് ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നു, പ്രപഞ്ചത്തിലേക്ക് ആ ഊർജങ്ങളെ വിടുന്നു എന്നുള്ളതാണ് ജ്യോതിഷത്തിൻ്റെ കൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ കാലപുരുഷന്റെ ഗുരുസ്ഥാനമാണ് സജിറ്റേറിയസ് സൈൻ അഥവാ ധനു രാശി എന്ന് പറയുന്നത്. അവിടെയാണ് വ്യാഴമാണ് അതിൻ്റെ അധിപൻ. അതുപോലെ തന്നെ അവിടെ റൂട്ട് സ്റ്റാർ മൂലം ആണ് അവിടെ ആ ഒരു ഗാലക്സി സെൻറ്റർ എന്ന് പറയുന്നത് മൂലമാണ്, മൂലം രാശിയിലാണ് വരുന്നത്. അപ്പം നമ്മൾ നവഗ്രഹത്തിൽ പറയുന്ന സെൻറ്റർ പോയിന്റ് വെസ്റ്റേണേഴ്സ് പറയുന്ന സെൻറ്റർ പോയിന്റ് അല്ല ഇവിടെ പറയുന്നത്. ഇന്ന് ഈ മൂലം നക്ഷത്രം അല്ലെങ്കിൽ ഗാലക്റ്റിക് സെൻറ്റർ പോയിന്റിനെ ഒബ്സർവ് ചെയ്യുമ്പം ആ ഭാഗം ഒരു ഹ്യൂജ് ബ്ലാക്ക് ഹോളാണ്. ഒരു 20 സൂര്യന്മാരുടെ സൈസും 4 മില്യൺ പരം സൂര്യന്മാരുടെ മാസുമുള്ള ഒരു ഹ്യൂജ് ബ്ലാക്ക് ഹോൾ.
ഈ ബ്ലാക്ക് ഹോളിനെ സാജിറ്റേറിയസ് എ എന്നുമാണ് വിളിക്കുന്നത്. എനിക്കിത് ഒരു ഐഡിയ കിട്ടിയത് ഈ കേസ് സ്റ്റഡി ഓഫ് മൂലം സ്റ്റാറിനെ ബേസ് ചെയ്തിട്ടാണ്. വാസ്തവത്തിൽ ഈ ഗാലക്റ്റിക് സെൻറ്റർ അയനാംശം എന്ന് പറയുന്ന ഒരു അയനാംശമുണ്ട്. ഒരിക്കൽ ഞാനൊരു ആർട്ടിക്കിൾ കണ്ടിരുന്നു. അതിനകത്ത് ശ്രീരാമചന്ദ്രൻ്റെ ചാർട്ട് ഇട്ടിട്ട് വാൽമീകി രാമായണത്തിൽ പറഞ്ഞിട്ടുള്ള ശ്ലോകങ്ങൾ കൊടുത്തിട്ട് ഇന്ന രാശിയിൽ ഇന്ന ഗ്രഹങ്ങൾ ഉച്ചനായിട്ട് നിൽക്കുമ്പോഴാണ് അദ്ദേഹം ജനിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാധാരണയുള്ള ഭൂമി ബേസ് ചെയ്തിട്ടുള്ള ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും അദ്ദേഹം ജനിച്ച സ്ഥലം വെച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതതുപോലെ വരില്ല. അപ്പോൾ ഒന്നിയിൽ ഇത് തെറ്റാണ്, അല്ലെങ്കിൽ വാൽമീകി രാമായണം തെറ്റാണ്, അല്ലെങ്കിൽ ഈ ജ്യോതിഷത്തിൻ്റെ ഇപ്പോഴത്തെ അയനാംശം തെറ്റാണെന്ന് നമുക്ക് വാദിക്കാം. പക്ഷേ അന്ന് ഞാൻ കണ്ട ആർട്ടിക്കിളിൽ ഇവർ ഗാലക്സി സെൻട്രിക് അയനാംശം ഇട്ടിട്ട് ഈ ശ്രീരാമചന്ദ്രൻ്റെ ചാർട്ട് എടുക്കുമ്പം വാൽമീകി രാമായണത്തിൽ പറയുന്ന അതേപോലെ ഇത്രയും ഗ്രഹങ്ങൾ ആ ഉച്ചസ്ഥാനത്ത് നിൽക്കേണ്ടതില്ല, അതുപോലെ വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൽമീകി ഒരു പക്ഷേ അത് എഴുതിയത് അവതാര പുരുഷനായതുകൊണ്ട് തന്നെ ബ്രഹ്മത്തിൽ നിന്നും ഉത്ഭവിച്ച് സാധാരണ തരത്തിലല്ല അദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി നിശ്ചയിച്ചെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം തന്നെ ഞാൻ ആ ആർട്ടിക്കിൾ സേവ് ചെയ്ത് വെക്കുകയും ചെയ്തു. പക്ഷേ അത് ഇവിടെയാണെന്നത് പേരെന്താ ഇട്ടേന്ന് എനിക്ക് ഓർമ്മയില്ല. ചില സമയങ്ങളിൽ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ പറ്റാറുണ്ട്. അപ്പം സൈഡീരിയൽ അസ്ട്രോളജി ആയിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള ഭാരതീയർ വാസ്തവത്തിൽ ജ്യോതിഷത്തെ ഒരു മോക്ഷശാസ്ത്രമായിട്ടാണ് കണ്ടത്. ഈ വെസ്റ്റേൺ അസ്ട്രോളജേഴ്സിൻ്റെയും അവരുടെ ഒരു ഇതും അവരുടെ ബുക്കുകളും ഒക്കെ വായിച്ചിട്ടാണ് പലപ്പോഴും ഇന്ന് ആധ്യാത്മികരായിട്ടുള്ളവർ, സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്നവർ വാസ്തവത്തിൽ ഈ അസ്ട്രോളജിയുടെ ഒരു ആവശ്യവുമില്ല. കാരണം എന്ന് വെച്ചാൽ വെസ്റ്റേൺ അസ്ട്രോളജി ലിബറേഷനെ കുറിച്ച് പറയുന്നില്ല. ഇവിടെ ചതുർവിധ പുരുഷാർത്ഥങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ധർമ്മ ത്രികോണം, അർത്ഥ ത്രികോണം, കാമ ത്രികോണം, മോക്ഷ ത്രികോണം എന്ന് തുടങ്ങി 4 ചതുർവിധ പുരുഷാർത്ഥങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള അതിനുള്ള സുഹൃതങ്ങളെയും, സുഹൃത ഭാഗങ്ങളാണ് 1, 5, 9 ത്രികോണങ്ങൾ എന്ന് പറയുന്നത്. ഈ അതിനുള്ള ധർമ്മത്തിനുള്ള ത്രികോണങ്ങൾ, അർത്ഥത്തിനുള്ള ത്രികോണങ്ങൾ, കാമത്തിനുള്ള ത്രികോണങ്ങൾ, മോക്ഷത്തിനുള്ള ത്രികോണങ്ങളെ കുറിച്ച് ചതുർവിധ പുരുഷാർത്ഥങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഭാരതീയ ഋഷിമാർ ആസ്ട്രോളജി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ മണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വിഷയവും പരമമായത്, അതായത് ഒരു വ്യക്തിയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് സർവ്വ ടൂളുകളും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഋഷിമാരുണ്ടാക്കിയിരിക്കുന്ന ഈ സിദ്ധാന്തവും അതിനെ ബേസ് ചെയ്ത് തന്നെ ആയിരിക്കും. എന്നാൽ വെസ്റ്റേൺ അസ്ട്രോളജി എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെയല്ല. വെസ്റ്റേൺ അസ്ട്രോളജിയുടെ ഹൗസ് സിസ്റ്റം എന്ന് പറയുന്നത് ഭൗതികപരമായിട്ടുള്ള വിഷയങ്ങളെയും അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ അനാലിസിസുമാണ് നടത്തുന്നത്. മോശമാണെന്നല്ല, പക്ഷേ ഭാരതീയം എന്ന് പറയുന്നത് ഉള്ളിലേക്ക് ആണ് പോകുന്നത്. പക്ഷേ നമ്മുടെ ഇന്നത്തെ കാലത്തെ കഷ്ടം എന്ന് പറയുന്നത്, നിർഭാഗ്യം എന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെസ്റ്റേണേഴ്സ് ഫോളോ ചെയ്യുന്ന ആ മെത്തേഡാണ് കൂടുതലും ഇന്ന് ഇവിടെ ഉള്ളവർ ഫോളോ ചെയ്യുന്നത്. മോക്ഷത്തെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. പല ആചാര്യന്മാരും അസ്ട്രോളജിയെ വേണ്ട സ്പിരിച്വാലിറ്റിക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അറിവില്ലായ്മയാണ് പലതും. അത് കർമ്മസിദ്ധാന്തത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടുമാണ്, കർമ്മസിദ്ധാന്തം അസ്ട്രോളജിയിൽ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നതെന്നും ഉള്ളതൊക്കെ ആധുനിക പല യോഗിമാർക്കും വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടും ഈ വിഷയത്തെക്കുറിച്ച് വലിയ പഠനമില്ലാത്തത് കൊണ്ടാണ് അവരിത് പറയുന്നത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമുക്ക് വീണ്ടും അയനാംശത്തിലേക്ക് വരാം. അപ്പം ഭൂമി സൂര്യന് ചുറ്റും കറങ്ങി വരുമ്പം ഏകദേശം 50 സെക്കൻഡിനനുസരിച്ച് 51 സെക്കൻഡിനനുസരിച്ച് വ്യത്യാസം വരുമെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ചിലർ ഇപ്പം സൂര്യസിദ്ധാന്ത പ്രകാരം അത് 54 സെക്കൻഡാന്ന് പറയുന്നുണ്ട്, ചിലർ 59 സെക്കൻഡാന്ന് പറയുന്നുണ്ട്. എനിക്കിഷ്ടമുള്ള ന്യൂകോംബ് പറയുന്നത് ഇപ്പോൾ 50 സെക്കൻഡും 23 മില്ലി സെക്കൻഡും ആണെന്നാണ് പറയുന്നത്. NC ലാഹരി പറയുന്നത് 50 സെക്കൻഡ് 27 മില്ലി സെക്കൻഡാണ്, അതായത് 50 27 ഏകദേശം ന്യൂകോംബും ലാഹരിയും ഒക്കെ ഏകദേശം ഒരുപോലെയാണ്. അപ്പം വിവിധ ആചാര്യന്മാർക്ക്, വിവിധ ഗണിത ശാസ്ത്രജ്ഞന്മാർക്ക്, വിവിധ ജ്യോതിഷ ഗോള ഗണിത ശാസ്ത്രജ്ഞന്മാർക്ക് ഈ കണക്കിൽ, ഭൂമി കറങ്ങി വരുന്ന കണക്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. ഇങ്ങനെ ഓരോ 72 വർഷം കൂടുമ്പോഴും ഓരോ ഡിഗ്രി വീതം ഈ രാശി മാറും. അപ്പം സൈഡീരിയൽ സൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഏരീസിലെ 0 ഡിഗ്രിയിൽ നിന്നും പാശ്ചാത്യ സമ്പ്രദായമായിട്ടുള്ള ട്രോപ്പിക്കൽ സോഡിയാക്ക് ഓരോ 72 വർഷം കഴിയുമ്പോഴും ഓരോ ഡിഗ്രി വീതം ഈ 0 ഡിഗ്രിയിൽ നിന്നും അകന്നകന്നകന്ന് പൊയ്ക്കൊണ്ടിരിക്കും. അങ്ങനെ ഏകദേശം 26,000 ചില്ലുവാന വർഷങ്ങൾ വരുന്ന സമയത്ത് ഓടി ഈ ട്രോപ്പിക്കൽ സോഡിയാക്ക് കറങ്ങി ഓടി വന്ന് അതിൻ്റെ 0 പോയിന്റ് എന്ന് പറയുന്നത്, അതിൻ്റെ ഏരീസ് പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മേഡം പോയിന്റ് എന്ന് പറയുന്നത് ഈ സൈഡീരിയൽ പോയിന്റും തമ്മിൽ ഒരുമിച്ച് കൂട്ടിമുട്ടും. ഈ ലാസ്റ്റ് ഇവർ കൂട്ടിമുട്ടിയ വർഷവും ഇപ്പം നിൽക്കുന്ന സ്ഥാനവും തമ്മിലുള്ള അകലമാണ്
ഇപ്പം നമ്മളെടുക്കുന്ന അയനാംശം എന്ന് പറയുന്നത്. ഇപ്പം ഈ ലാസ്റ്റ് കൂട്ടിമുട്ടിയത് എന്നാണ് എന്നുള്ളതിനെക്കുറിച്ചും ആചാര്യന്മാർ തമ്മിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. കെയ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ആളിന് BC 388 ട്രോപ്പിക്കൽ ആൻഡ് സൈഡീരിയൽ സയൻസിൻ്റെ 0 ഡിഗ്രികൾ തമ്മിൽ ഒരുമിച്ചത് എന്ന് പറയുന്നുണ്ട്. ഡേവിഡ്സണിനെ പോലുള്ളവർ പറയുന്നത് BC 317 ഒന്നിച്ചത് എന്ന് പറയുന്നുണ്ട്. NC ലാഹരി പറയുന്നത് 285 285 AD ഇത് സൈഡീരിയൽ ട്രോപ്പിക്കൽ സോഡിയാക്ക് രണ്ടും കൂടി ഒരുമിച്ച് വന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. NC ലാഹരിയുടെ അയനാംശമാണ്, ചിത്തിരപക്ഷ ലാഹരി അയനാംശമാണ് നമുക്ക് കിട്ടുന്ന ചാർട്ടുകളിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിനെക്കുറിച്ച് ലാസ്റ്റ് ഞാൻ പറയാം. അതുപോലെ തന്നെ ന്യൂകോംബിൻ്റെ അയനാംശം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു അയനാംശമാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അയനാംശമായിട്ട് ചേർന്ന് വരുന്നുണ്ട്. ന്യൂകോമിൻ്റെ അയനാംശം എന്ന് പറയുന്നത് AD 291 ഇവർ തമ്മിൽ ചേർന്നതെന്ന് പറയുന്നത്. BV രാമൻ പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ്, ബാംഗ്ലൂർ വെങ്കിട്ടരാമൻ എന്ന് പറയുന്നത് BV രാമൻ. അദ്ദേഹം പറയുന്നത് AD 398 അതേപോലെ യുക്തേശ്വർജി, നമുക്ക് യോഗിയുടെ ആത്മകഥ എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾ വായിച്ചിട്ടില്ലേ, പരമഹംസ യോഗാനന്ദജിയുടെ. ഇപ്പം ആ ബുക്ക് വളരെ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി, വളരെ പ്രശസ്തമായിട്ടുള്ള ബുക്കാണ്. അത് അറിയാത്തവരായില്ല. ഇപ്പോൾ സ്റ്റീവ് ജോബ്സിൻ്റെ ഒക്കെ ഗുരുവാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് അദ്ദേഹം, ക്രിയായോഗയുടെ. അപ്പോൾ യുക്തേശ്വർജി മഹാരാജ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഗുരു, പരമഹംസ യോഗാനന്ദജിയുടെ ഗുരുവും ലാഹരി മഹാശയൻ്റെ ശിഷ്യനുമാണ്. അദ്ദേഹം ഒരു ഭയങ്കര ജ്യോതിഷ പണ്ഡിതനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യുക്തേശ്വർജിയുടെ ഇത് പ്രകാരം AD 499 ഈ ഇവർ തമ്മിൽ കൂട്ടിമുട്ടിയിട്ടുള്ളതെന്ന്. ഇപ്പോൾ ഫാഗൻ ബ്രാഡ്ലി എന്ന് പറയുന്ന ഒരാൾ, രണ്ടുപേരുണ്ട്. ഫാഗൻ ബ്രാഡ്ലിയുടെ അയനാംശ പ്രകാരം AD 221 ഇവർ കൂട്ടിമുട്ടിയെന്ന് പറയുന്നത്. അപ്പോൾ അതേസമയം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഡേറ്റ് വെച്ചിട്ട് ഈ കൂട്ടിമുട്ടിയതും ഇപ്പോഴത്തെ ഡേറ്റും തമ്മിലുള്ള ഗ്യാപ്പ് വെച്ചിട്ട് നോക്കുമ്പം അയനാംശത്തിൻ്റെ ഡിഗ്രികൾ പലതും നമ്മൾ ചാർട്ട് എടുത്തിടുമ്പം സ്ഫുടം നോക്കുമ്പം പ്ലാനറ്ററി പ്ലേസ്മെൻറ്റ്സ് പലതും പലതായിരിക്കും. അപ്പോൾ ഇതിലേതാണോ ഓരോരുത്തർ ഫോളോ ചെയ്യുന്നത് അതിനനുസരിച്ച് അവരുടെ ബർത്ത് ചാർട്ടിലെ സ്ഫുടങ്ങളും ദശയുടെ രീതികളും ഒക്കെ വ്യത്യാസമായിരിക്കും. ഇപ്പം വെസ്റ്റേൺ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന ചാർട്ടുകൾക്ക്, വെസ്റ്റേൺ അസ്ട്രോളജി ചാർട്ടുകളിൽ മിക്കവാറും ഇപ്പം ഫ്രാഗൻ ബാഡ്ലിയുടെയോ അങ്ങനെ അതുപോലുള്ള അയനാംശങ്ങളൊക്കെ ആയിരിക്കും ഇടുന്നത്. ഒരുപാട് അയനാംശങ്ങളുണ്ട്, അതിടും. എന്നാൽ നമ്മുടെ ഇവിടെ കൂടുതലും NC ലാഹരിയുടെ ചിത്തിരപക്ഷ അയനാംശമാണ് ഉപയോഗിക്കുന്നത്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം ഇതെന്തുകൊണ്ടാണ് ചിത്തിരപക്ഷ ലാഹരി അയനാംശം ഇന്ത്യയിൽ സർവസമ്മതമായതും എല്ലാവരും അത് തന്നെ ഉപയോഗിക്കുന്നതും നമുക്ക് കിട്ടുന്ന കംപ്ലീറ്റ് സോഫ്റ്റ്വെയറുകളിലും ഈ ചിത്തിരപക്ഷ ലാഹരി അയനാംശം വരുന്നത് എന്തുകൊണ്ടാണെന്നും നോക്കാം. ഈ പറഞ്ഞ അയനാംശം കൂടാതെ മലയാളത്തിൽ നിന്ന് സൂര്യസിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചന്ദ്രഹരിയുടെ ഒരു അയനാംശമുണ്ട്. വരാഹമിഹിരാചാര്യരുടെ ബൃഹത് ജാതകം എന്ന് പറയുന്ന ഹോരാഗ്രന്ഥത്തിലെ ചില യോഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ, അതിൻ്റെ ഫലം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ചില സ്ഥലങ്ങളിൽ ഈ ചന്ദ്രഹരി അയനാംശം ഭയങ്കര എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പല സോഫ്റ്റ്വെയറുകളിലും ഇതൊക്കെ അവൈലബിൾ ആണ്. എൻ്റെ ബുക്കിൽ അയനാംശം കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊടുത്തിട്ടുണ്ട്. അത് പ്രിൻറ്റിങ് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അയനാംശം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ പല മെത്തേഡുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. 1-2-3 രീതികൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നേ ഉള്ളൂ. ഇവിടെ എന്തുകൊണ്ടാണ് NC ലാഹരി എന്ന് പറയുന്ന ആളിൻ്റെ അയനാംശം ഇന്ത്യയിൽ ഇത്ര പ്രശസ്തമായത്? ഒട്ടുമിക്ക ആൾക്കാരും ചാർട്ട് എടുക്കുമ്പം NC ലാഹരിയുടെ അയനാംശമാണ് എടുക്കുന്നത്. ഇപ്പം നമ്മൾ ജ്യോതിഷത്തിൽ പലരും എടുത്തിട്ട് നിങ്ങൾ KP ആണോ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ജ്യോതിഷമാണ് പഠിക്കുന്നത്, നിങ്ങൾ പ്രശ്നമാർഗമാണോ പഠിക്കുന്നത്, അതാണോ ഇതാണോ എന്നൊക്കെ ചോദിക്കുമ്പം ഇവർ ചാർട്ട് എടുത്തിട്ട് സ്ഫുടമാണ് പ്രധാനം എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുമ്പം അവരെടുക്കുന്നത് NC ലാഹരിയുടെ അയനാംശം ഇട്ടായിരിക്കും മിക്കതും എടുത്ത് വെച്ചിരിക്കും. മിക്കതല്ല, 90% എടുത്ത് വെച്ചിരിക്കുന്നത്. കാണുന്ന നമുക്ക് കിട്ടുന്ന കമ്പ്യൂട്ടർ ജാതകങ്ങളിൽ 99% NC ലാഹരിയുടെ അയനാംശമാണ്, ചിത്രപക്ഷ അയനാംശമാണ്. അപ്പം അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ അമേരിക്കയിൽ നിന്ന് വന്ന കുറേ വാനനിരീക്ഷകർ ഈ നിരയന സ്ഫുടത്തിന് 12, 11, 10, 1, 2, 3 ഇങ്ങനെ 6 ഭാവങ്ങളും അതിൻ്റെ ഓപ്പോസിറ്റ് ഭാവങ്ങളെയൊക്കെ വെച്ചിട്ട് ടേബിൾ ഓഫ് ഹൗസസ് എന്ന് പറഞ്ഞ് ബേസ് ചെയ്തിട്ട് അമേരിക്കയിൽ നിന്നിട്ടുള്ള സ്ഫുടങ്ങളുടെ ചാർട്ടുകളുണ്ട്. അത് ബേസ് ചെയ്തിട്ടുള്ള ടൈമിൻ്റെ കാൽക്കുലേഷൻ, പഞ്ചാംഗം എന്ന് പറയാൻ പറ്റത്തില്ല, അത് ബേസ് ചെയ്തിട്ടുള്ള ഇതും, കരണപദ്ധതിയെ ബേസ് ചെയ്തിട്ടുള്ള പഞ്ചാംഗങ്ങൾ, ദൃഗണിതക്കാരുടെ ആയിട്ടുള്ള പഞ്ചാംഗങ്ങൾ, അതുപോലെ തന്നെ വാക്യ പഞ്ചാംഗങ്ങൾ, അങ്ങനെ നിരവധി പഞ്ചാംഗങ്ങൾ വന്നപ്പം ഇന്ത്യ ഗവൺമെൻറ് NC ലാഹരി എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിനെ
നിർമ്മൽ ചന്ദ്ര ലാഹിരി, അതാണ് NC ലാഹിരി എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിനെ ഒരു കോമൺ പഞ്ചാംഗം ഉണ്ടാക്കാൻ ഏൽപ്പിക്കുകയും ഇന്ത്യയിലെ എല്ലാ ഫെസ്റ്റിവൽസിനും, ഇപ്പം നോർത്ത് ഇന്ത്യയിൽ ഒരു പഞ്ചാംഗമാണെന്നുണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ വേറൊരു പഞ്ചാംഗം, അങ്ങനെ പല കാര്യങ്ങൾ പലയിടത്തും പല രീതിയിലായപ്പം അതിനെ ഒരുമിച്ച് ക്രോഡീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു അയനാംശം ക്രിയേറ്റ് ചെയ്യുകയും ഒരു ജനറലൈസ്ഡ് അയനാംശം സിസ്റ്റം ബേസ് ചെയ്തിട്ടുള്ള ഒരു പഞ്ചാംഗം വേണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അപ്പം ഇന്ത്യയിലുള്ള സർവ്വ ഫെസ്റ്റിവൽസും സർവ്വ കാര്യങ്ങളും ഒരുമിച്ച് അതിനകത്ത് കൊണ്ടുവരാനും പറ്റും. ആ അയനാംശം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സ്പൈക്ക് അഥവാ ചിത്തിരപക്ഷം എന്ന് പറയുന്ന കന്യയുടെയും തുലാത്തിൻ്റെയും നടുക്ക്, അതായത് വിർഗോയുടെയും ലിബ്രയുടെയും നടുക്കുള്ള പോയിന്റിൽ നിന്ന് ചിത്തിരയുടെ നക്ഷത്രത്തിൻ്റെ സ്പൈക്ക സ്റ്റാറിൻ്റെ അല്ലെങ്കിൽ സ്പൈക്ക കോൺസ്റ്റലേഷൻ്റെ മധ്യബിന്ദുവിൽ നിന്നും നേരെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് 0 ഡിഗ്രി എന്നുള്ളത് വെച്ചിട്ട് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ചിത്തിരപക്ഷ അയനാംശം എന്നതിനെ പറയുന്നത്. എന്നിട്ട് ആ അയനാംശമാണ് ഇന്ത്യയിലെ മിക്ക പഞ്ചാംഗങ്ങളും കാര്യങ്ങളും എല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ ആ അയനാംശമാണ് നമുക്ക് കിട്ടുന്ന എല്ലാ ജാതകങ്ങളിലും. നിങ്ങളുടെ ജാതകത്തിൻ്റെ ഫസ്റ്റ് ചാർട്ട്, ഇപ്പോൾ ആസ്ട്രോവിഷനിലെടുത്താലും നിങ്ങൾ ഏത് സോഫ്റ്റ്വെയറുകളിലെടുത്താലും നിങ്ങളുടെ അയനാംശം എന്ന് പറഞ്ഞിട്ട് ആ ചാർട്ട് എടുക്കുന്ന സമയത്ത്, ഇപ്പം ഞാൻ പലർക്കും ചാർട്ട് എടുത്ത് കൊടുക്കുമ്പോൾ എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട്, അങ്ങയുടെ സ്ഫുടവും ഞങ്ങളുടെ സ്ഫുടവും തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ടല്ലോ, അങ്ങയുടെ ഭാവപദ്ധതിയും എൻ്റെ ഭാവപദ്ധതിയും തമ്മിൽ കുറച്ച് വ്യത്യാസം ഉണ്ടല്ലോ. ഞാൻ ഭാവത്തെക്കുറിച്ചുള്ള വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്, അപ്പം അത് നോക്കിയാൽ മനസ്സിലാവും. വേണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഭാവത്തെക്കുറിച്ച് കൊടുത്തേക്കാം. നമ്മൾ ഒട്ടുമിക്ക നമ്മുടെ ഇന്ത്യൻ ചാർട്ടുകളിലും കാണുന്ന ഈക്വൽ ഹൗസ് സിസ്റ്റമാണ് ഭാവ ചാർട്ട് എന്ന് പറഞ്ഞ് കാണുന്നത്. എന്നാൽ ഒരുപാട് ഭാവ സിസ്റ്റമുണ്ട്. അതിലേതാ നല്ലതെന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം ഞാനന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് ആ വീഡിയോ ചെയ്തിട്ട് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല, കാരണം ഇതൊക്കെ മെനക്കെട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം അത് കാരണം ഒബ്സർവ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം ഇവിടെ ഏത് അയനാംശമാണ് കൃത്യം അല്ലെങ്കിൽ ഏത് അയനാംശമാണ് നല്ലതെന്നുള്ളത് പൊതുവെ എല്ലാവരും NC ലാഹിരിയുടെ അയനാംശമാണ് ഉപയോഗിക്കുന്നത്. മുഹൂർത്തം എടുക്കാനും പ്രശ്നത്തിനും ഒക്കെ NC ലാഹിരി അയനാംശം കൃത്യമായിട്ട് വരുന്നുണ്ട്. ഒരുപാട് പേര് അത് ചെയ്യുന്നുണ്ട്, സക്സസ്ഫുള്ളുമാണ്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾക്ക് NC ലാഹിരി അയനാംശം എനിക്ക് പേഴ്സണലി തെറ്റിപ്പോവാറുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് നക്ഷത്ര ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെ നോക്കുന്ന സമയത്ത് ന്യൂകോം അയനാംശം, കൃഷ്ണമൂർത്തി പദ്ധതിയിലേക്ക് വന്നിട്ടുള്ള അയനാംശം എന്ന് പറയുന്നത് ന്യൂകോമിൻ്റെ അയനാംശമാണ്. അപ്പം അടിച്ചു മാറ്റി എന്ന് പറയാൻ പറ്റത്തില്ല, ഇൻസ്പയർ ചെയ്തു എന്ന് തന്നെ പറയാം. ആക്ച്വലി ആ അയനാംശമാണ്, ന്യൂകോമിൻ്റെ അയനാംശമാണ് പലപ്പോഴും നക്ഷത്ര ദശയുടെ പല കാര്യങ്ങൾക്കും കൃത്യമായിട്ട് വരുന്നത്. ആ ദശ കയറുന്ന ദിവസം പലപ്പോഴും പലരുടെയും ഹൊറോസ്കോപ്പിൽ ഇന്ന ദിവസം മുതൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് പറഞ്ഞു, ഇപ്പോൾ അല്ല ഇന്ന ദിവസം ജോലി പോയോ എന്ന് ചോദിക്കുമ്പം കൃത്യമായിട്ടത് ആ ദിവസമാണ് എനിക്ക് ടെർമിനേഷൻ ലെറ്റർ കൈ കിട്ടിയേ എന്ന് പറയുന്നത് പലപ്പോഴും എനിക്ക് ന്യൂകോംബ് വളരെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചിത്തിരപക്ഷ അയനാംശം പ്രശ്നം പോലുള്ള കാര്യങ്ങളിൽ പല പല കാര്യങ്ങൾക്കും നമുക്കത് കൃത്യമായിട്ട് വരുന്നുണ്ട്. മുഹൂർത്തം എടുക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഗ്രഹണത്തിൻ്റെ കാര്യത്തിനും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അത് വരുന്നുണ്ട്. അതുപോലെ തന്നെ വരാഹമിഹിരൻ്റെ ഈ സൂര്യസിദ്ധാന്തവുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് ചന്ദ്രഹരി അയനാംശം ചില ജ്യോതിഷ ഗ്രൂപ്പുകൾ, കേരള ജ്യോതിഷം പോലുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ കണ്ടിട്ടാണ് ഞാനത് എടുത്തിട്ട് നോക്കിയതും. അങ്ങനെ കുറേ കാര്യങ്ങളിൽ നമുക്കത് കൃത്യമായിട്ട് ചന്ദ്രഹരി അയനാംശം കൃത്യമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലുള്ള എൻ്റെ പല സുഹൃത്തുക്കളും അല്ലെങ്കിൽ ഞാൻ പഠിച്ച ചില സ്ഥലങ്ങളിലുള്ളവർ പറയുന്ന യുക്തേശ്വർജിയുടെ അയനാംശമാണ് വളരെ കൃത്യം എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ദ ഹോളി സയൻസ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ആ ബുക്കിനകത്ത് ഈ അയനാംശത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം അതിനകത്ത് ഗാലക്സി സെൻട്രിക് എന്ന് പറയുന്ന പോയിന്റ് മൂലം നക്ഷത്രമല്ല രേവതിയാണെന്ന് പറയുന്ന ചില അഭിപ്രായങ്ങളും യുക്തേശ്വർജി പറയുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹം യുഗങ്ങളുടെ ഒരു കണക്ക് കൊടുക്കുന്നുണ്ട്. അതായത് പ്രപഞ്ചം മൂവ് ചെയ്യുന്നത് ഈ ഒരു ഓവൽ ഷേപ്പിൽ മുട്ടയുടെ കൂട്ട ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം ഇങ്ങനെ അതിൻ്റെ കണക്ക് നോക്കുന്ന സമയത്ത് അദ്ദേഹം ചില ഗ്രാഫുകൾ വരച്ചിട്ട് പറയുന്നുണ്ട് കലിയുഗത്തിൻ്റെ ചില ഭാഗങ്ങൾ കഴിഞ്ഞു പോയി എന്ന്. ഈ സിസ്റ്റത്തെ, ആ ഒരു രീതിയെയാണ് ശരിക്കും പറഞ്ഞാൽ ജഗ്ഗി വാസുദേവ് ഇൻസ്പയർ ചെയ്തിട്ട് കലിയുഗം കഴിഞ്ഞു പോയി, ഇപ്പം തിരിച്ച് ദ്വാപരയുഗത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്. ജ്യോതിഷത്തെ ഫോളോ ചെയ്യേണ്ടെന്ന് പറഞ്ഞ ആളാണ് ഇതെടുത്ത് പറയുന്നത്. അത് ദ ഹോളി സയൻസ്, യുക്തേശ്വർജി മഹാരാജിൻ്റെ ദ ഹോളി സയൻസ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് അദ്ദേഹത്തിൻ്റെ അയനാംശത്തെക്കുറിച്ചും അതിൻ്റെ കാൽക്കുലേഷൻസിനെ കുറിച്ചും യുഗത്തിൻ്റെ പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി വിട്ടു തന്നത്. അതുകൊണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ അങ്ങ് വലിയ ലെങ്ത് ആയിപ്പോൾ.
അപ്പം നമുക്ക് ഫൈനലി ഇനി ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. എന്താണ് അയനാംശം? 2 തരത്തിലുള്ള സോഡിയാക് ഉണ്ട്. ഒന്ന് മൂവ് ചെയ്യുന്ന സോഡിയാക്, അത് സൺ സെൻട്രിക് ആയിട്ട് വെസ്റ്റേണേഴ്സ് പറയുന്ന ഭൂമിയുടെ ചുതിക്കനുസരിച്ച് ഭൂമി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൽ പമ്പരം കറങ്ങുമ്പോൾ ഇങ്ങനെ കറങ്ങുന്ന പോലെ ഒരു ചുതിയുണ്ട്. ആ ചുതിക്കനുസരിച്ച് ഓരോ 72 വർഷം കൂടുമ്പോഴും ഓരോ ദിവസം പുറമോട്ട് പോയി ഈ ഫിക്സഡ് ആയിട്ടുള്ള ഈ സ്റ്റാർസ് മാറുന്നില്ല അവിടുന്ന്. അതായത് അശ്വതി ഭരണി ആ കോൺസ്റ്റലേഷൻസ് മാറുന്നില്ല. അപ്പോൾ ആ അശ്വതിയുടെ പോയിന്റ് ഫസ്റ്റ് 0 പോയിന്റിലേക്ക് ഈ ഭൂമിയുടെ ഈ കറക്കത്തിൽ ഉള്ള ഈ ട്രോപ്പിക്കൽ സോഡിയാക്ക് കറക്റ്റ് ആ പോയിന്റിലേക്ക് എത്താൻ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അത് എത്തുന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റിലായിരിക്കും. അത് പല ആചാര്യന്മാരും അത് ലാസ്റ്റ് ഇവർ തമ്മിൽ കണ്ടുമുട്ടിയത് അല്ലെ, 2 തമ്മിൽ 0 ഡിഗ്രിയിലേക്ക് എത്തിയത് അവർ പറയുന്ന വർഷങ്ങൾ വ്യത്യാസമുണ്ട്. ഇപ്പം ആ ട്രോപ്പിക്കൽ സൈനും ഒന്നുകൂടെ ശ്രദ്ധിച്ചു, ഇപ്പം ആ ട്രോപ്പിക്കൽ സോഡിയാക്കും സൈഡിൽ സോഡിയാക്കും തമ്മിലുള്ള ഗ്യാപ്പ് എത്രത്തോളം ഉണ്ടോ ആ ഗ്യാപ്പിനെയാണ് അതിൻ്റെ അളവിനെയാണ് അയനാംശം എന്ന് വിളിക്കുന്നത്. ഈ അയനാംശം ഇട്ടിട്ടാണ് നമ്മുടെ ടൈം കറക്റ്റ് ചെയ്ത് ഒരു സ്പേസിൽ ടൈം കറക്റ്റ് ചെയ്ത് ഒരു സ്ഥലത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചെയ്തിട്ടാണ് നമ്മുടെ ഹൊറോസ്കോപ്പ് ചാർട്ട് എടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഏത് അയനാംശമാണ് ശരി എന്ന് ചോദിച്ചാൽ, എനിക്ക് അനുഭവമുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഞാൻ ഏതൊക്കെ ഉപയോഗിക്കുന്നത്, ഞാൻ പലതും ഇട്ട് നോക്കിയിട്ടുണ്ട്, പലതും ഇട്ട് നോക്കാറുണ്ട്. ഇപ്പോൾ ബി വി രാമൻ്റെ ശിഷ്യന്മാർ പലരും അദ്ദേഹത്തിൻ്റെ അയനാംശമാണ് ഉപയോഗിക്കുന്നത്. കുല്ലറിൻ്റെ ശിഷ്യന്മാർ പലരും കുല്ലർ അയനാംശമാണ് യൂസ് ചെയ്യുന്നത്. യുക്തേശ്വർജിയുടെ പരമ്പര ഫോളോ ചെയ്യുന്ന, അതിന് അസ്ട്രോളജി ഫോളോ ചെയ്യുന്നവർ പലരും യുക്തേശ്വർജിയുടെയാണ്. കൃഷ്ണമൂർത്തി പദ്ധതി ഫോളോ ചെയ്യുന്നവർ KP ആണ് യൂസ് ചെയ്യുന്നത്. കേരളത്തിലെ മിക്ക അസ്ട്രോളജേഴ്സും ഫോളോ ചെയ്യുന്നത്, മിക്കവാറും ഇവിടുത്തെ സോഫ്റ്റ്വെയറൊക്കെ വെച്ച് പലർക്കും കിടുന്നൊന്നും അറിയത്തില്ല, എന്നാലും മിക്ക അസ്ട്രോളജേഴ്സും ഫോളോ ചെയ്യുന്നത് ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന മിക്ക ആൾക്കാരും ചാർട്ട് എടുക്കുന്നത് NC ലാഹിറിയുടെ ഇത് ബേസ് ചെയ്തിട്ടാണ്. അങ്ങനെ ഇതെല്ലാം ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഇതിലെല്ലാം നന്നായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള അസ്ട്രോളജേഴ്സും ഉണ്ട്. അപ്പോൾ ഇതിലേതാ ശരി എന്ന് ചോദിച്ചാൽ, ഇവിടെയാണ് പ്രശ്നമാർഗത്തിൽ ആചാര്യൻ പറയുന്ന ഒരു കാര്യം ഓർമ്മ വരണ്ടേ. അനേക ഹോര തത്വജ്ഞ പഞ്ചസിദ്ധാന്ത ഗോവിത ഊഹാപോഹപടു സിദ്ധമന്ത്ര ജ്ഞാനാദി ജാതക എന്ന് പറയുന്നത്. നന്നായിട്ട് ഹോരാശാസ്ത്രങ്ങൾ പഠിക്കണം. ഹോരാശാസ്ത്രങ്ങളും പ്രമാണങ്ങളും പഠിച്ചാൽ മാത്രം മതിയോ എന്ന് ചോദിച്ചാൽ പോരാ. പഞ്ചസിദ്ധാന്തം പോലുള്ള ഗണിതക്രിയകൾ പഠിക്കണം. അവിടെയാണ് ഈ ഗോളത്തിൻ്റെ വരുന്നത്. അത് മാത്രം മതിയോ? ഇതൊക്കെ വെച്ചിട്ട് ചാർട്ടുകൾ വിട്ട് ആകാശത്തേക്ക് നോക്കി ഇതൊക്കെ വെച്ചിട്ട് ഒബ്സർവ് ചെയ്യണം. ഊഹാപോഹപ്പെടും, ഒബ്സർവേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. ഇത് മാത്രം മതിയോ? ഇതൊക്കെ ഉണ്ടെങ്കിലും ഹോരയും പഠിച്ച് പഞ്ചസിദ്ധാന്തവും ഗണിതങ്ങളും പഠിച്ച് ഒബ്സർവേഷൻ സ്കില്ലും കൂടെ ആയാലും സിദ്ധമന്ത്രജ്ഞാനാദി ജാതക, സിദ്ധമന്ത്രജ്ഞനായിരിക്കണം, ഈശ്വരോപാസകനായിരിക്കണം. എന്നാൽ മാത്രമേ സൂപ്പർ കോൺഷ്യസ് ലെവലിലേക്കുള്ള വിഷയങ്ങളിൽ നിന്നുകൊണ്ട് ഋഷിമാരെഴുതിയ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് എഴുതിയ വിഷയങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരാണ് ദൈവജ്ഞർ. ഈശ്വരന് തുല്യമാണ് അവർ. അവരുടെ ജീവിതം തന്നെ ഈശ്വരോപാസനയ്ക്കും പ്രപഞ്ചത്തെ ഒബ്സർവ് ചെയ്യാനും പ്രപഞ്ചത്തിൻ്റെ താളത്തെ മനസ്സിലാക്കാനും കാലതാളത്തെ മനസ്സിലാക്കാനും കാലതാളത്തിനനുസരിച്ച് വന്നിരിക്കുന്ന വ്യക്തിയുടെ കർമ്മതാളത്തെയും കർമ്മവും കാലവും തമ്മിലുള്ള ബാലൻസ് എങ്ങനെയുണ്ടെന്നും ഇംബാലൻസ് എങ്ങനെയുണ്ടെന്നും മനസ്സിലാക്കി അതിനനുസരിച്ച് പറയുന്ന ഒരാളുടെ വാക്കുകൾ സത്യവാക്കായി ഭവിച്ചിടും. ഉറപ്പാണ്, അത് 100% ഉറപ്പാണ്. അങ്ങനെ അല്ലാത്തവർ പറയുന്നതുകൊണ്ടാണ് പലപ്പോഴും ഇത് ചീറ്റിപ്പോകുന്നത്. അതുകൊണ്ട് നമുക്കൊക്കെ വീണ്ടും വീണ്ടും പഠിക്കാം. ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് അറിയാനുണ്ട്. ഈ ജന്മം കൊണ്ട് അതൊക്കെ തീരുമോ എന്നറിയില്ല. ഈശ്വരനെ ആശ്രയിച്ചോളുക, ഗുരുവിനെ ആശ്രയിച്ചോളുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഈ ശാസ്ത്രം വെസ്റ്റേൺ അസ്ട്രോളജി ബേസ് ചെയ്ത് പഠിക്കുമ്പോൾ ഒരു പ്രശ്നം അതാണ്. ഈ ശാസ്ത്രം പഠിക്കുമ്പം ജസ്റ്റ് ഭൗതികപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾക്കുള്ളിൽ ഒതുങ്ങും ഇത്, അതിനുള്ളിൽ നിന്നും. പക്ഷേ ഇവിടെ ഒരാൾ ജാതകം പഠിച്ചു തുടങ്ങിയാൽ 12ാമത്തെ ഭാവം പഠിച്ചു വരുമ്പം മോക്ഷത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്ന ഞാൻ ജ്യോതിഷം പഠിച്ചു തുടങ്ങുമ്പം എൻ്റെ 1ാമത്തെ ഭാവം മുതൽ ഓരോ വിഷയങ്ങളും അറിഞ്ഞ് 12ാമത്തെ ഭാവം വരുമ്പം വ്യയം എന്ന് പറയുന്ന ഭാവം വരുമ്പം ആ ഒരു ഡിറ്റാച്ച്മെൻറ്റിനെ കുറിച്ച് പഠിക്കും. വ്യയം എന്ന് പറയുമ്പം നഷ്ടം മാത്രമല്ല, ഭൗതിക ഗ്രോസ് ലെവലിൽ നഷ്ടം മാത്രമാണ്. പക്ഷേ
ഉള്ളിൽ അതിനെ ആന്തരികമായിട്ട് പറഞ്ഞാൽ അത് മോക്ഷവും കൂടിയാണ്. അപ്പം മോക്ഷത്തെക്കുറിച്ച് വരെ നമ്മൾ അറിയും ചാർട്ട് കൊണ്ട്. പക്ഷേ വെസ്റ്റേൺ ചാർട്ടുകളിലത്, വെസ്റ്റേൺ അസ്ട്രോളജിയിൽ അതില്ല. അവർക്ക് മോക്ഷമില്ല, നമുക്കതുണ്ട്. അതാണ് ഈ വ്യത്യാസം. അപ്പം മോക്ഷത്തെക്കുറിച്ച് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ചാർട്ടിനോടൊപ്പം കർമ്മസിദ്ധാന്തത്തെ കൂടെ മനസ്സിലാക്കണം. അപ്പം ഇത് മൊത്തവും ഫെയ്ത്ത് ആണോ എന്നൊരു ചോദ്യം വരും. അല്ല, ഇത് ഫ്രീ വില്ലും ഉണ്ട് ഇതിനകത്ത്, ഫെയ്ത്തും ഉണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അയനാംശം ഏതെടുക്കണം എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞതിൽ നിങ്ങൾക്കിപ്പോൾ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള NC ലാഹരിയുടെ അയനാംശമായിരിക്കും. പിന്നെ യുക്തേശ്വർജിയുടെ അയനാംശം കിട്ടും. നിങ്ങൾ ജഗന്നാഥഹോര പോലുള്ള സോഫ്റ്റ്വെയർ ആണെങ്കിൽ അതിനകത്ത് ഒരുപാട് അയനാംശങ്ങളുണ്ട്. അതിൽ കൂടുതലും ഇവിടുത്തെ നമ്മുടെ ഭാരതീയ സമ്പ്രദായത്തിലുള്ള സൈഡിൽ സോഡിയാക്കിന് NC ലാഹരിയോ അല്ലെങ്കിൽ KPയോ ചന്ദ്രഹരിയോ അത് നിങ്ങൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് അത് നോക്കി ഒബ്സർവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടാവും. കുറേ തെറ്റും, ചില ഏരിയകളിൽ കുറേ തെറ്റും, ചില ഏരിയകളിൽ കുറേ അറിയാം. അപ്പോൾ അതിൽ ഏത് അനുഭവീയതയെ തത്പ്രമാണം എന്നാണ്. നിങ്ങളുടെ അനുഭവം ഏതാണോ അതാണ് നിങ്ങൾക്ക് ശരി. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കർമ്മസിദ്ധാന്തവും ജ്യോതിഷവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കാൻ, എങ്ങനെ ഫ്രീ വില്ലിനെയും എങ്ങനെ ഫെയ്ത്തിനെയും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ജന്മം ഭംഗിയാക്കാം ജ്യോതിഷത്തിലൂടെ, അതിനെ എങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ ഈ ആധ്യാത്മികരായിട്ടുള്ളവർക്ക് ഈ പരമപുച്ഛത്തോട് കൂടിയിട്ട് ജ്യോതിഷത്തെ കാണുന്ന ഒരു രീതിയുണ്ട്, അതങ്ങ് മാറും. കാരണം സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് സഹായം ചെയ്യുന്നൊരു ശാസ്ത്രമാണ്. സ്വയം പഠിച്ച് സ്വയം അറിയുക എന്നുള്ളതാണ്. കാരണം ചിലപ്പോൾ നിങ്ങൾ വലിയ ഹയർ സൂപ്പർ കോൺഷ്യസ് ലെവലിലേക്കൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളുടെ ചാർട്ട് നോക്കിയിട്ട് അതിൻ്റെ ആ തലം പറയാൻ കഴിവുള്ളവർ ചിലപ്പോൾ പുറത്തില്ലായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നിങ്ങളെ ലീഡ് ചെയ്യും. അത് നിങ്ങൾക്ക് ജ്യോതിഷം അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളെ അത് ലീഡ് ചെയ്യും. അപ്പം അതുകൊണ്ട് ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ശാസ്ത്രമാണ്, അറിഞ്ഞിരിക്കേണ്ട ഒരു ശാസ്ത്രമാണ്. അപ്പം ഫെയ്ത്തിനെയും ഫ്രീ വില്ലിനെയും എങ്ങനെ യൂസ് ചെയ്യാം, അതെങ്ങനെയാണ് ചാർട്ടിൽ കാണിച്ചു തരുന്നതെന്നും കൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമസ്കാരം.